ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അത്രയും വിൽ പവർ വേണം, അത്രയും ഗട്ട്സ് വേണം ഈ തെറ്റായിട്ടുള്ള രീതിയെ എതിർത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ, അല്ലേ? സത്യത്തിൽ ഒന്നും വേണ്ട. നമുക്ക് കുറച്ച് എന്താ പറയുക, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായാൽ മതി. ഓക്കെ, ആത്മാഭിമാനം ഉണ്ടായാൽ മതി. കാരണം നമ്മൾ ഇതിൽ കൂടുതൽ എന്ത് പ്രൊട്ടക്ഷനാണ് നമുക്ക് വേണ്ടത്? ഭരണഘടനയിൽ ആർട്ടിക്കിൾ 309, 310, 311 ആ ഭാഗത്തൊക്കെ ഓൾ ഇന്ത്യ സർവീസുകളെ പറ്റി പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഒക്കെ. അപ്പോൾ ഞങ്ങളുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റി പ്രസിഡൻ്റാണ്. ഇവിടെ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ എന്തെങ്കിലും എടുക്കണമെങ്കിൽ പോലും ആത്യന്തികമായിട്ട് പ്രസിഡൻറ്റിൻ്റെ അവിടെ വരെ അപ്പീലും മറ്റൊക്കെ ഉണ്ട്. UPSCയുടെ അഭിപ്രായം എടുക്കണം. എളുപ്പമല്ല ഇത്. ഒരു IS-നകത്തുള്ള ഒരു കൊള്ളക്കാരനെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ വലിയ പാടാണ്. അപ്പോഴാണ് ഒരു തെറ്റും ചെയ്യാത്ത ആൾ എന്തിനു പേടിക്കണം? അതെ. അപ്പോൾ ഈ ഭയം അല്ലെങ്കിൽ വിധേയത്വം വരുന്നത് വേറെ പലതും ഉള്ളപ്പോഴാണ്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാൾക്ക് അവനവൻ്റെ അഭിപ്രായം പറഞ്ഞു പോകണം. അത് IAS-കാരുടെ എസ്പെഷ്യലി ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് അഭിപ്രായം പറയാനും എഴുതാനുമാണ്. ഫയലിൽ അഭിപ്രായം എഴുതാൻ വേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല. അല്ലാതെ ഈ പരിപാടി സംഘടിപ്പിക്കാനോ ഉദ്ഘാടനത്തിന് പോകാനോ അല്ലെങ്കിൽ മാമാങ്കം നടത്താനൊന്നും അല്ല നമുക്ക് ആക്ച്വലി ശമ്പളം തരുന്നത്. കാരണം എസ്പെഷ്യലി സെക്രട്ടേറിയറ്റ് ലെവലിൽ വരുമ്പോൾ നമ്മൾ ഒപ്പീനിയൻ ഫയൽ എഴുതാൻ വേണ്ടിയാണ്.